ഷാമേ, ഈ കോഴിക്കോട് MDMA ആയിട്ട് ഒരു യുവതിയെയും യുവാവിനെയും അറസ്റ്റ് ചെയ്തു. ഇജാസ്, അഖില. നമ്മൾ നേരത്തെ ഈ പേരുകളിലെ കുഴപ്പം വെച്ചിട്ട് നമ്മളൊരു ടോക്ക് നടത്തിയാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ അഖിലയും ഇജാസും. പക്ഷെ ഈ അഖിലയുടെ അമ്മ പറയുന്നത് ഇജാസ് എന്റെ മകളെ കെണിയിൽപ്പെടുത്തിയതാണ്, അവൾ ഇങ്ങനെയുള്ള കുഴപ്പക്കാരിയൊന്നും അല്ല എന്നാണ് പറയുന്നത്. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇജാസ് ഈ അഖിലയും കൊണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസുമായിട്ട് ഇയാൾ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയനെ. അപ്പൊ ഇത് ഇങ്ങനെ നിരന്തരം, ഇത് കോഴിക്കോടാണ് ഈ സംഭവം, നാദാപുരത്ത്. അപ്പോ നിരന്തരം ഇങ്ങനെ രണ്ട് പേരുകൾ, വ്യത്യസ്ത പേരുകളായിട്ടുള്ള ആളുകൾ കെണിയിൽപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കെണി തുടരും. അതെ അതെ. ആ സ്ത്രീ, ഇത് ഈ കുട്ടിയുടെ അമ്മയാണ് പറയുന്നത് ഈ കുട്ടിയെ ട്രാപ്പിലാക്കിയതാണ് എന്ന് പറയുന്നത്. ഈ കുട്ടിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയ വാഹനത്തിൽ ഈ MDMA ഉണ്ട് എന്നുള്ള കാര്യം ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കളത്തിലായിരിക്കും. സ്വന്തം മകളെ പറ്റി എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരിയറാണെന്നാ പോലീസ് പറയുന്നത്. അത് നാദാപുരത്ത് പോലീസ് വാഹന പരിശോധന നടത്തിയായിരുന്നു. വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കവേ ഈ അഖിലയും ഇജാസും, പിന്നെ ഇജാസിന് 26 വയസ്സ്, അഖിലയ്ക്ക് 24 വയസ്സ്, ഇവർ രണ്ടുപേരുടെ കാറിൽ വന്നു. അപ്പോൾ പോലീസ് സാധാരണ ചെക്കിംഗ് ആണ്, സാധാരണ പരിശോധന നടത്തുമ്പോൾ ഇവരുടെ പെരുമാറ്റ രീതിയിൽ പോലീസിന് സംശയം തോന്നി. രണ്ടുപേരെയും പുറത്തിറക്കി നിർത്തിയ ശേഷം വാഹനം പോലീസ് അരിച്ചു പറങ്ങിയപ്പോൾ MDMA കിട്ടി. അത് 32 ഗ്രാം. 32 ഗ്രാം എന്ന ഒരു ഗ്രാമിന് എത്ര രൂപയെന്ന് അറിയാമോ? ഇത് 5000 രൂപ ഒരു ഗ്രാമിന്. ഇലക്ട്രോണിക് ത്രാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് ത്രാസ് അളന്നു കൊടുക്കാൻ, തൂക്കി കൊടുക്കാൻ. നമ്മള് ആപ്പിളും മുന്തിരിയൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പറഞ്ഞ പോലെ ഇത് പിന്നെ സാധാരണ വില എന്ന് പറയുന്നത് MDMAക്ക് സാധാരണ വില ഒരു ഗ്രാമിന് 5000 രൂപയാണ്. ഈ ഇടനിലക്കാർ വഴി നമ്മുടെ കയ്യിൽ ഈ സാധനം വരണം എന്നുണ്ടെങ്കിൽ 8500 രൂപ വരെ കൊടുക്കണം, എങ്കിലേ ഇത് കിട്ടത്തുള്ളൂ. 8500 വരെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് MDMA കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് MDMAയുടെ കച്ചവടം. MDMAയുടെ കച്ചവടം അങ്ങനെയാണ് നടത്തുന്നത്. സാധാരണ നമ്മൾ ഇത് നേരിട്ട് മേടിക്കുവാണെങ്കിൽ 5000 രൂപയാണ് അതിന്റെ റേറ്റ്. ഇതല്ലാതെ കറങ്ങി തിരിഞ്ഞ് വരണമെങ്കിൽ 8500 രൂപ വേണം, എങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇത് തിങ്കളാഴ്ച രാത്രി 7 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. 7 മണിയോടെ ഈ പേരോട് പാറക്കടവിൽ ആണ് ഈ വണ്ടി പിടിക്കുന്നത്. ഈ വണ്ടി പിടിച്ച് ഈ വണ്ടി പിന്നെ ബലമായിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഈ സീറ്റിനടിയിൽ നിന്നാണ് MDMA കണ്ടുപിടിച്ചത്. തുടർന്ന് ഇവരെ രണ്ടുപേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ഇജാസ് സ്റ്റേഷനിൽ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം അവിടെ നടത്തുകയുണ്ടായി. ഈ കുട്ടികളെല്ലാം ചെന്ന് ചാടി കൊടുക്കുകയാണെന്നേ. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയി MDMA കേസിൽ എത്ര കുട്ടികളാണ് ഇപ്പൊ പെടുന്നത്. എറണാകുളത്ത് ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് പിടിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. അതും ഫസ്റ്റ് ഇയർ വന്നതേ ഉള്ളൂ, എറണാകുളത്ത് പഠിക്കാൻ വന്നതേ ഉള്ളൂ. ആ കുട്ടിയെ എവിടുന്ന ഫ്ലാറ്റ് ചെയ്യുന്നത് ഒപ്പം എത്ര 12 പേര്. അതിലൊരുത്തനെ ഇങ്ങനെ വിക്ടറി ചിഹ്നം കാണിച്ചു. അവന് ഇതൊക്കെ ഒരു പ്രശ്നമേ അല്ല. ഈ കുട്ടികൾ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ചെന്ന് ചാടി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ എറണാകുളത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് നല്ല രീതിയിൽ വീട്ടുകാർ ശ്രദ്ധിക്കണം. വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ കയ്യിൽ നിന്ന് പോകും. നമ്മൾ എറണാകുളത്ത് കൊച്ചിയിലോ ഞാൻ ഇടുന്ന റിപ്പോർട്ടർ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ആരുടെ കൂടെ കറങ്ങിക്കോ, നിങ്ങൾ പ്രേമിച്ചോ കറങ്ങിക്കോ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇങ്ങനെയുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ കച്ചവടത്തിലൊന്നും പോയി പെടാൻ പാടില്ല. സിന്തറ്റിക് ഡ്രഗിനകത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഘടനയെ ബാധിക്കും, നമ്മുടെ ജീവിതം പോയി. പിന്നെ നമുക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഇന്നിപ്പം നമ്മുടെ വേറെത്തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ ജഹാംഗീർ. വേറെത്തന്നെ പിടിച്ചിട്ടുണ്ട്. അവൻ ജഹാംഗീറിനെ അവൻ അറിയപ്പെടുന്ന അവനെ ചക്രവർത്തി എന്നാണ് വിളിക്കുന്നത്. ചക്രവർത്തി എന്നാണ് അവനെ വിളിക്കുന്നത്. അവനെ പിടിച്ചിരിക്കുന്നത് കുലശേഖരപുരത്തുനിന്ന്. ഇവൻ കുലശേഖരപുരം സ്വദേശിയാ, കരുനാഗപ്പള്ളി. കുലശേഖരപുരം സ്വദേശിയായിട്ടുള്ള ഒരുത്തനാണ്. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് 105 കിലോഗ്രാം ലഹരി ഉൽപ്പന്നമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. 105 കിലോഗ്രാമാണ് ലഹരി ഉൽപ്പന്നങ്ങൾ ജഹാംഗീർ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. മഹാരാജാവാണ്, ചക്രവർത്തിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ എക്സൈസിന്റെ സ്ക്വാഡ് പിടിച്ചു. എക്സൈസിന്റെ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PL വിജിലാലിന്റെ നേതൃത്വത്തിൽ ഇവന്റെ കാറിൽ നിന്നും വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു. ഓണം പ്രമാണിച്ചുള്ള കച്ചവടമാണ്.
ഓണം പ്രമാണിച്ച് ഭയങ്കര കച്ചവടം, ഇത് ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണെന്നേ. ഇതിൽ പെൺകുട്ടികളെ എന്തിനു ഉപയോഗിക്കുന്ന വെച്ചാൽ കാരിയർമാരായിട്ട് ഉപയോഗിക്കും. കാരിയർമാരായിട്ട് ഉപയോഗിച്ച് കാരിയർ ഇത് ഈ കുട്ടികൾക്ക് കൊടുത്ത് അവസാനം ഇതിന്റെ ശാരീരിക ചൂഷണം നടക്കും, പിന്നെ ഈ വിപണയം നടക്കും, MDMA കച്ചവടം നടക്കും. രണ്ട് രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇവന്മാരിങ്ങനെ കറക്റ്റ്. 2 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 2 കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലേ? അതെനിക്കറിയില്ല. എനിക്ക് കുറച്ച് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയില്ല. ഇജാസിന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ അത് പറഞ്ഞിട്ടാണ് അയാള് ബഹളം ഉണ്ടാക്കിയെന്നൊക്കെയാണ്. ഭാര്യ ഗർഭിണിയാണ്. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ഭാര്യ കൊടുക്കാനാണ് കൊണ്ടുപോയത് അല്ലല്ലോ. ഇതിപ്പോ നാട്ടിലെ പാവപ്പെട്ട പെൺപിള്ളേർക്ക് കൊടുക്കാനല്ലേ ഇത് കൊണ്ടുപോകുന്നത്. പെൺകുട്ടികൾക്ക് കൊടുക്കുക, പെൺകുട്ടികളെ അവരുടെ ജീവിതം ഇല്ലാതാക്കുക, കൈക്കലാക്കുക എന്നുള്ളതാണ്. കൈക്കലാക്കാനുള്ള ഉദ്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു താത്തയുടെ കഥ പറഞ്ഞില്ലേ, മലപ്പുറത്തെ ലോക കച്ചവടക്കാരി. MDMA ബിസിനസ്സാണ്. അവരാർക്കാ കൊടുക്കുന്നത് വെച്ചാൽ ഈ കൊച്ചിയിലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക്, അവർക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഇനി കൊച്ചിയിലോട്ടാ എത്തിച്ചു കൊടുക്കുന്നത്. എറണാകുളത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ജോലിക്കും ഇതിനും വേണ്ടി പഠിക്കാനും വേണ്ടി എറണാകുളത്തുണ്ട്. പല കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ എന്താ പറയാ, അഭിനയം വരെ പഠിക്കാൻ വേണ്ടി കുട്ടികൾ അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻസ്റ്റ വഴി കൈക്കലാക്കും. ഇനി ഇൻസ്റ്റാഗ്രാം ഇതുണ്ട്, പേജുകളുണ്ട്. ഇത് ഓരോരോ പേരുകളാണ് ഇതിനൊക്കെ ഇട്ടിരിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള ഓരോരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. ഈ ലഹരി കച്ചവടക്കാർ ഇട്ടിട്ടുണ്ട്. ഇവരെ ആകർഷിക്കും. ഇവരെ ഓരോ റീലുകളും ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങളുടെ രീതികളെ കുറിച്ചൊക്കെ ഉള്ള റീലുകൾ എടുത്തിടും. ഇതിന് ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ മെസ്സേജ് അയച്ചു തുടങ്ങും. പിന്നെ ഇവിടെ പുറത്ത് വെച്ച് കാണാമെന്ന് പറയും. പിന്നെ ഇതിന്റെ ഉപയോഗിച്ചാലുള്ള ഇതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയും. അത് പിന്നെ പതിയെ കൊടുത്തു തുടങ്ങി പിന്നെ ഇവന്മാര് ഫ്ലാറ്റിൽ കൊണ്ടുപോയി. പിന്നെ പിന്നെ ഈ പിള്ളേര് പിന്നെ അവർക്കൊരു മോചനമില്ല. അവർക്ക് രക്ഷപ്പെടാനും പറ്റില്ല. പിന്നെ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നടക്കത്തില്ല. ലഹരി ഉപയോഗിക്കുകയും അതിന്റെ വീഡിയോ എടുത്തു വെക്കും. ഒന്ന് ലഹരി രണ്ടും കുറ്റമാണല്ലോ. ഉപയോഗിക്കുന്നതും ഈ പിന്നെ കച്ചവടം ചെയ്യുന്നതും എല്ലാം കുറ്റം. പിന്നെ മാത്രമല്ല ഈ കുട്ടികളുടെ ഈ പറയുന്ന പോലെ പിന്നെ പ്രൈവറ്റ് രംഗങ്ങൾ വീഡിയോയിൽ പിടിച്ചു വെക്കും. എന്തെങ്കിലും കാരണത്തിൽ വശാൽ രക്ഷപ്പെടാനുള്ള പരിപാടി നടത്തി കഴിഞ്ഞാൽ ഇവന്മാർ ഇതെടുത്ത് വെച്ച് പ്ലേ ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് പോയ ഒരു കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പഠിക്കുവാൻ വേണ്ടി എറണാകുളത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കോളേജിൽ പഠിക്കാൻ പോയ കുട്ടി 1 മാസമായിട്ട് കോളേജിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടുകാരെ വിളിച്ചപ്പോഴേ വീട്ടുകാരെ അറിയുന്നത്. അതുവരെ അറിയുന്നില്ല. വീട്ടുകാരെ വിളിക്കുന്നുണ്ട്. കോളേജിൽ പോകുന്ന അറിയുന്നില്ല. അവസാനം വീട്ടുകാർക്ക് ഇവിടെ വിളിച്ച് അവര് പേരൻസിനെ വിളിച്ച് അറിയിച്ചപ്പോഴാണ് ഈ കുട്ടി അവിടെ ചെല്ലുന്നത്. ഇവരവിടെ അന്വേഷിച്ച് ചെന്നപ്പോ എന്താ, ഈ കുട്ടി അവിടെ ഒരു 4-5 അവന്മാരുടെ കൂടെ താമസം, ഫ്ലാറ്റില് 5 അവന്മാരുടെ കൂടെ താമസം. ഒരു ബോധമില്ല ഈ കൊച്ചിന്. ഇത് എങ്ങനെ നോർമലായിട്ട് ഈ വീട്ടുകാർക്ക് ഇത് മനസ്സിലാവുന്നില്ല ഞാൻ ആലോചിച്ച്. അങ്ങനെയാണ് ഈ വീട്ടുകാർ ഇത് അറിയുന്നത്. അത് കഴിഞ്ഞ് അവര് കൊണ്ടുവന്ന് പിന്നെ ഇതില് ഡി അഡിഷൻ സെന്ററിലേക്ക് മാറ്റിയ കുട്ടി. എക്സൈസ് ആണ് ഡി അഡിഷനിലേക്ക് മാറ്റിയത്. ദീർഘകാലമായി. എനിക്കൊന്നും അതിപ്പോഴും ചികിത്സയിലാന്ന് തോന്നുന്നു ആ കുട്ടി എന്നാണ് എന്റെ അറിവ്. നോർമലായിട്ടില്ല പോയി. അത് നോർമലായി. ഇനി നോർമലായി തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇനി നോർമലായിട്ട് തിരിച്ചു കിട്ടിയാൽ ഈ കൊച്ചു എങ്ങനെയും ചാടിപ്പോക്കളെ, അല്ലെ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവും. ഇത് കിട്ടാതാവുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ മാസം എന്തോ അവിടെ പിടിച്ചിരുന്ന ഒരു കുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ. ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടോ, കൊച്ചൊരു കുട്ടി. അതിന് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പോട്ടെ, അത് പെട്ടുപോയതാ, അതൊക്കെ പോയി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ സാധനം കടത്തിക്കൊണ്ടുവരുന്നത്. ഈ സാധനം നമ്മുടെ ഈ കൊച്ചിയിലെ പുറംകടലിൽ എത്തും. അവിടെ നിന്ന് ഇത് ബോട്ട് മാർഗം കരയിലെത്തും. പോലീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ലഹരി വരുന്നത്. അതിനകത്ത് വേറൊരു ഡൈമെൻഷൻ കൂടെ ഉണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ഒരു ശ്രമം, രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ശ്രമം കൂടെ പലതരത്തിൽ രാജ്യത്തെ തകർക്കാറുണ്ട്. യുദ്ധം ചെയ്തു തന്നെ തകർക്കണമെന്നില്ല. അപ്പൊ ഒരു യുവതലമുറയെ ലക്ഷ്യം വെച്ചിട്ട് ലഹരിയുടെ വ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ ആ രാജ്യം ഇല്ലാതായി പോകും എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റോട് കൂടി വരുന്ന ലഹരിയാണ് എന്നുള്ളൊരു ചർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ പോലീസിനൊക്കെ ഇതിനെ ഒന്ന് ഇടപെട്ട് അതിനെ പിടിക്കാൻ പറ്റാതെ? വല്ലപ്പോഴുമാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത്. വ്യാപകമായ അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്ന തരത്തിലേക്ക് എന്താ പോകാത്തത്? അത് കിട്ടുന്നില്ല. ഈ കുട്ടികൾക്ക് ഇത് എവിടുന്ന കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഇവന്മാരെ ചോദ്യം ചെയ്ത ഇവന്മാരെ പറയത്തില്ല. അവന്മാര് ഇത് ഉപയോഗിച്ചിരിക്കുന്നവന്റെ തലച്ചോറ് അടിച്ചു പോയിരിക്കുക. അവനെ ഇനി ഇടിച്ചാലും ചതച്ചാലും ഒന്നും പോലീസിനെ ഇവന്മാരത് പറയത്തില്ല. പിന്നെ ഇത് എറണാകുളത്ത് എന്ന് വെച്ചാൽ അതൊരു ഹബ്ബാണ്. MDMA ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട് ഈ കൊച്ചി. MDMA ഹബ്ബാണ് കൊച്ചി. ഞാൻ ഈ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ചു നോക്കും. MDMA ഹബ്ബാണ് അവിടെ ഈ പറയുന്ന പോലെ ഇത് ഒരു ഗ്യാങ് ആയി മാറിയിരിക്കുകയാണ്. ഗ്യാങ് ഇപ്പൊ ഒരു 10 പയ്യന്മാരും ഒരു പെൺകുട്ടിയാണ്. 10 പയ്യന്മാരുടെ കൂടെ ഒരു പെൺകുട്ടി. അങ്ങനെയാണ്. ഒന്നാണ് കണക്ക്. 1 2 അതിൽ കൂടുതൽ ഉണ്ടാവാറില്ല. അത് ഇവര് പോയ ഫ്ലാറ്റ് അങ്ങ് വാടകയ്ക്ക് എടുക്കും.
പിന്നെ അവിടെ സംഘം ചേർന്ന് ലഹരി ഉപയോഗമാകും. അവിടെ ഈ രണ്ട് കാര്യങ്ങളാണ്, സെക്സും ലഹരി ഉപയോഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന പോലെ ഫ്ലാറ്റുകൾ വാടകയ്ക്കെടുത്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോകുന്ന കുട്ടി, മിക്ക കുട്ടികൾക്കും വീട്ടിൽ വരാൻ താല്പര്യമില്ലല്ലോ. വീട്ടിലെ ഓണ മക്കളെ ഇങ്ങോട്ട് വന്ന് പറയുന്നത് നിങ്ങൾ പോയി പണി നോക്കാൻ പറയും പിള്ളേര്. വീട്ടിൽ വന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ വന്നായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ പിന്നെ ഈ ഇത് വന്നപ്പം, ഏതാ ലോക്ക്ഡൌൺ വന്നപ്പം ഈ പിള്ളേരെല്ലാം വീട്ടുകാരിഞ്ഞ് കൊണ്ടുവന്നു. ഇവിടെ എത്ര പ്രശ്നം ഉണ്ടായത്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. എത്ര കുട്ടികളെ എക്സൈസിനെ വിളിച്ച് രഹസ്യമായിട്ട് എക്സൈസിന്റെ ഡി അഡിഷൻ സെന്ററിലേക്ക് വിമുക്തിയിലേക്ക് മാറ്റേണ്ടി വന്നു. വിമുക്തിയിലേക്ക് പെൺകുട്ടികളെ എത്രയോ പേരെ മാറ്റി. അത് ഞാൻ ഒരു ദിവസം കണക്ക് പറഞ്ഞല്ലോ, എത്ര കുട്ടികളെ മാറ്റിയിട്ടുണ്ടെന്ന്. ഇവിടെയും കോഴിക്കോടും എറണാകുളത്തും ഒക്കെ ആണല്ലോ ഇതിന്റെ സെന്റർ ഉള്ളത്. അപ്പൊ ഇത്രയും കുട്ടികളെ അവർ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ലഹരി കിട്ടുന്നില്ല? ലഹരി കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഏതായാലും ഇതുപോലെ ഇങ്ങനെ പോകുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കുട്ടികൾ പരുന്തും കാലയിൽ പോകും. അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം.